സ്നേഹത്തിൻ പൂനിലാവേ, ഇരുളിൽ യോഹന്നാൻ 14:8-9 തിരുവചനങ്ങൾ. യോഹന്നാൻ 14:8-9 തിരുവചനങ്ങളാ. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ അതായത് ആ ചോദ്യത്തിൻ്റെ എല്ലാ വിഷയവും അടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ നിങ്ങളോട് ആയിരുന്നിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു അനുഭവത്തിന് വേണ്ടി വർഷങ്ങൾ ദൈവത്തിൻ്റെ ഈ വിശ്വാസം ജീവിച്ചിട്ടും ഒരു അനുഭവം കിട്ടാത്തതിൻ്റെ ഇപ്പോഴുള്ള വിഷയത്തിനൊരു പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ നീ പ്രാർത്ഥന കുറക്കുകയോ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ശൈത്യം ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ അസസ്മെൻറ്റ് നെഗറ്റീവിലേക്ക് പോകും. അതെപ്പോഴും ഓർക്കണം. ഞാൻ എപ്പോഴും പറയണമെന്നത് സ്പിരിച്വാലിറ്റി ഈസ് എ ഇൻ്റലിജൻറ്റ് ബിസിനസ്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ വിനിമയം, ബിസിനസ് വെച്ചാൽ മോശം കച്ചവടം എന്ന അർത്ഥത്തിലല്ല, വിനിമയം, കമ്മ്യൂണിക്കേഷൻ. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻ്റാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോടാണ് ഈ വിഷയത്തിൽ ഒരു അഭിമുഖത്തിന് സമയം കുറിക്കണത്. അപ്പോൾ ദൈവമായിട്ടുള്ള ഈ വിനിമയത്തിൽ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇവിടെ നയതന്ത്രത്തിനൊന്നും ബലമില്ല. കാര്യം നയതന്ത്രം എന്ത് പറഞ്ഞാലും ആ നയതന്ത്രം ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ദൈവത്തിന് പിടികിട്ടും. ചില ആൾക്കാർ മൗനം പാലിക്കും. അപ്പോഴും നിങ്ങളുടെ മനസ്സ് അവർക്കെതിരാണെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. ഇപ്പോൾ ഡിപ്ലോമാറ്റിക് സൈലൻസ് കീപ്പ് ചെയ്യത്തില്ലേ? നമ്മൾ പറഞ്ഞത് വേണ്ട, അപ്പം പിന്നെ ഞാൻ പറഞ്ഞതേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയാതിരിക്കും. അത് മനുഷ്യന്മാരോട് നമുക്ക് അങ്ങനെ ചെയ്യും. ഡിപ്ലോമാറ്റിക് സൈലൻസ് മനുഷ്യനോട് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞത് വേണ്ട, ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞതേ ഉണ്ടാകത്തുള്ളൂ അവസാനം എന്ന് പറയും. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് സൈലൻസ് ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പറ്റത്തില്ല. ഫേക്ക് ഉടനെ ഫേക്ക് നടിച്ചു വരും. ദ പേഴ്സൺ ഈസ് കംപ്ലീറ്റ്ലി ഫേക്ക്. ഇയാളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് ഇനി മേൽഗതിയില്ല എന്ന് പറയും. അത് ദൈവമായിട്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം എല്ലാ വിഷയങ്ങളും. അല്ല ഒന്ന് വിചാരിച്ച് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. മനുഷ്യന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളൊന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് അതാണ് പറയുന്നത്. ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുന്നുമ്പോൾ തന്നെ ഞാനത് അറിയുന്നു എന്നാണ്. കാരണം ഈ ചിന്ത ദൈവം കണ്ടതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അതാണ് പ്രശ്നം. അത് വലിയ അപകടകരമായൊരവസ്ഥയാണ്. പ്രാർത്ഥിക്കുന്നവർ ഭയങ്കര ശ്രദ്ധിക്കേണ്ടതാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഒരു ചിന്ത നിൻ്റെ മുമ്പിൽ ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ മഹത്വം ആരാധന ആരാധന ആരാധന. 139-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിച്ചതെന്ന് ആദ്യം ദൈവത്തെ നമ്മൾ അടിച്ചു വരും. ഈ സാധനം നിങ്ങൾ പറയണത് അടിച്ച് മനസ്സിൽ ഇരിക്കണത് തമ്മിൽ രണ്ടും രണ്ടാണെങ്കിൽ നിങ്ങളെ ഫേക്ക് എന്ന് പറയും, കാപട്യം എന്ന് പറയും. അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാവരും പിടിക്കപ്പെടുന്ന കാര്യം കാപട്യം ഉള്ളവർക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. ബേസിക്കായിട്ട് കാപട്യമുള്ള ആൾക്കാരുണ്ടാവില്ല. എല്ലാ കാര്യവും മതിൽ ഗേറ്റ് തുറന്നു കിടന്നാലും മതിൽ ചാടി വരുന്ന ആൾക്കാരില്ലേ, അവരങ്ങനെയാണ് പഠിച്ചിരിക്കണത്. ഇങ്ങനെ തുടരണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. ഒരു കാര്യം നേരെ ചൊവ്വേ പറയണത്. എൻ്റെ സ്വഭാവം നേരെ ചൊവ്വേ പറയും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും
നേരെ ചൊവ്വേ പറയും. ചില ആൾക്കാർ പറഞ്ഞില്ലെന്ന് വരുത്തും, പറഞ്ഞെന്നും വരുത്തും, കറങ്ങി തിരിഞ്ഞ് ഒടിഞ്ഞ് മടങ്ങിയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് പണിപിടി കിട്ടും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവമായിട്ടുള്ള, അതായത് ഡീൽ ഓർ നോട്ട് ഡീൽ പോലെയാണ്. അതാണ് വിഷയം. നമുക്ക് രണ്ട് ഒരു അംബിഗസ് ഉത്തരങ്ങളില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഡീലിങ്സും സത്യസന്ധമാകാൻ വേണ്ടി നോക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള എല്ലാ വിനിമയങ്ങളും സത്യസന്ധമാകാനും ആ സത്യം എനിക്ക് കേടായി ഭവിച്ചാലും അങ്ങയുടെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട് സത്യത്തിൽ തന്നെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സഹിച്ചും വചനം പാലിച്ചു മുന്നേറുവാൻ ഈ ആരാധനയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ്. ക്രിസ്ത്യൻസ് ആൻഡ് നോൺ ക്രിസ്ത്യൻസ്. നോൺ ക്രിസ്ത്യൻസിന് ശരിക്കും പെട്ടെന്ന് അനുഭവജ്ഞാനങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവജ്ഞാനങ്ങൾ നേരത്തെ പലതും കിട്ടിയിരിക്കുന്ന കാരണം നിങ്ങളോട് അറിവ് വർദ്ധിക്കാൻ ദൈവം പറയും. അതുകൊണ്ട് നിങ്ങൾ ധ്യാനം മര്യാദയ്ക്ക് കൂടി ഈ വിഷയത്തിൽ നല്ല ബോധ്യങ്ങൾ കിട്ടണം. കാര്യം നമ്മളെ സംബന്ധിച്ചുള്ളതും ദൈവം നോക്കണ കാര്യവും നമ്മൾ നോക്കുന്ന കാര്യവും രണ്ട് എൻഡാണ് ആ പ്രശ്നം. ദൈവം നോക്കുന്ന ഇടങ്ങളും നമ്മൾ നോക്കുന്ന ഇടങ്ങളും രണ്ടായി പോകരുത്. അതെന്നാണ് ഒന്നായി വരുന്നത് അന്ന് ഉടമ്പടി ഫയറാകും. ദൈവം പ്രാധാന്യം കൊടുക്കുന്ന ഇടങ്ങളും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഇടങ്ങളും രണ്ടായി പോകരുത്. കാര്യം ഒരു വിഷയത്തിന് രണ്ട് ലക്ഷ്യങ്ങൾ പറ്റത്തില്ല. അപ്പം നമ്മളെന്ത് ചെയ്യും? ദൈവത്തെ ലക്ഷ്യം ഒരിക്കലും മാറ്റത്തില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യങ്ങൾ മാറ്റേണ്ടി വരും. അതായത് എപ്പോഴും ഉടമ്പടി ഫയറാകുന്നതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഒരു വിഷയത്തിൽ ദൈവത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും രണ്ടും രണ്ടാകരുത്. ദൈവത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും നമ്മൾ ഈ പ്രക്രിയയിലൂടെ പതുക്കെ ഒന്നായി കൊണ്ടുവരാനുള്ള ഈ മൽപ്പിടുത്തവും ബലംപിടുത്തവും നടത്തേണ്ടത് ദൈവമല്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും മാറ്റത്തില്ല ദൈവം. കാര്യം മാറ്റത്തിന് വിധേയമല്ലാത്തത് കൊണ്ട് മാറ്റത്തില്ല. പിന്നെ അപൂർവം വല്ല മോസസിനെ പോലെയുള്ള ആൾക്കാർ നീ ഈ പറഞ്ഞ കാര്യവും തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കണമെന്ന് ദൈവം പറയും. അത് അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് മോസസിന് ഉള്ളതാണ്. ജനങ്ങളെല്ലാം ഈ മനുഷ്യനെ ചവിട്ടി കീറി ദൈവത്തിന് വേണ്ടി ആ മനുഷ്യൻ ഒരു പിണമായി മാറിയതൊക്കെ ദൈവം കണ്ണു നിറഞ്ഞ് കണ്ട കാഴ്ചകളാണ്. അതുകൊണ്ടാണ് മോസസിന് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ദൈവം അപ്പം തന്നെ അത് ചേഞ്ച് ചെയ്ത് തരും നമുക്ക്. പക്ഷെ അവിടെ പ്രോബ്ലം ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം ദൈവഹിതം ഏറ്റെടുത്ത് നാട്ടുകാരുടെ ചവിട്ട് ഇടിയും മേടിച്ച് വീട്ടുകാരിലെ ഒറ്റപ്പെടുത്തലെ കിട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കണം. അതും ഒരു നിക്ഷേപ സാധ്യതയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ?
എൻ്റെ പേര് ജാൻസി, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്, മോൾ അഞ്ജു. ഞങ്ങൾ പാലാരിവട്ടം ഇടവകയിൽ നിന്നാണ് വരുന്നത്. 11ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27 എന്ന തിരുവചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ തിരുക്കുമാരൻ എൻ്റെയും എൻ്റെ കുടുംബത്തിനും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. 2019 എൻ്റെ മകൾ അഞ്ജു BEd പാസ്സായി. ആ സമയത്ത് തന്നെ ടെറ്റ്, നെറ്റ്, സെറ്റ് എന്നീ എലിജിബിലിറ്റി ടെസ്റ്റുകൾ പല പ്രാവശ്യം എഴുതി. 1ഉം 2ഉം മാർക്കിന് അവൾ ഫെയിലായി. അത് ഞങ്ങളെയും അവളെയും മാനസികമായി വളരെയധികം വിഷമിപ്പിച്ചു. MSc BEd ഉണ്ടെങ്കിലും എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാകാതെ ഒരു സ്ഥലത്തും ജോലി കിട്ടില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കാതെ തന്നെ പല പ്രാവശ്യം അമ്മയുടെ അടുക്കൽ വന്ന് എന്ത് ചെയ്യും അമ്മ എന്ന് ചോദിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവളുടെ ഒരു മിസ്സ് പറഞ്ഞു, നിങ്ങൾ MPhilന് അപ്ലൈ ചെയ്യുന്നു. അവൾ MPhilന് പല യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്തു. അപ്പോൾ കോയമ്പത്തൂരിലെ ഒരു പ്രശസ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും അവൾക്ക് ടെസ്റ്റിന് വിളിക്കുകയും ദൈവാനുഗ്രഹത്താൽ അവൾ ആ ടെസ്റ്റും ഇൻ്റർവ്യൂവും പാസ്സാവുകയും ചെയ്തു. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു ഗൈഡിനെ കിട്ടുകയും ആ ഗൈഡ് പറഞ്ഞു, PhDക്ക് ഒരു സീറ്റ് ഒഴിവുണ്ട്, മോൾക്ക് മാർക്കുള്ളതിനാൽ, ദൈവാനുഗ്രഹത്താൽ മാർക്കുള്ളതിനാൽ PhDക്ക് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ ചേർന്നോളാൻ പറഞ്ഞു. അമ്മ തിരുക്കുമാരിൽ നിന്ന് വാങ്ങിത്തന്ന അനുഗ്രഹമല്ലേ എന്നും പറഞ്ഞ് അവൾ PhDക്ക് ജോയിൻ ചെയ്തു. അതിനുശേഷം കൊറോണ ആരംഭിച്ചു. 1.5 വർഷക്കാലം ലാബ് ഉപയോഗിക്കേണ്ടത് കൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു ഇവൾ. ഒരു വർക്കുകളും മുന്നോട്ട് നടന്നില്ല. അതിനുശേഷം ലാബ് വർക്കുകൾ കോളേജിൽ പോയി തുടങ്ങി. എന്നും കരച്ചിലായിരുന്നു. അവൾ ചെന്ന സമയത്ത് അവളുടെ 3 കൂട്ടുകാർ, അവളുടെ കൂടെ അഡ്മിഷൻ ഇടുന്ന 3 കുട്ടികളും ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നും വിളിച്ച് കരച്ചിൽ, ഞാൻ ഇതിൽ ചേരുന്നില്ല, എനിക്ക് പറ്റണില്ല. ഓരോ ദിവസവും ഓരോ പേപ്പറുകൾ ഹാർഡാണ്. ഒരു പേപ്പർ പോലും സബ്മിറ്റ് ചെയ്യാനുള്ള മെറിറ്റ് എനിക്കില്ല അമ്മ എന്ന് പറഞ്ഞ് വളരെയധികം സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് 2022 മെയ് 6-ാം തീയതി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു. ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ച് 2ാമത്തെ പുതുക്കലായപ്പോൾ തന്നെ അവൾക്ക് പല പ്രാവശ്യം റിജക്ഷൻ വന്ന 2 പ്രോജക്റ്റുകൾ ഒരുമിച്ച് അക്സെപ്റ്റ് ആവുകയും സ്റ്റൈഫൻഡോടുകൂടി അവൾക്ക് അവളുടെ ലാബ് വർക്കുകൾ കണ്ടിന്യൂ ചെയ്യാൻ പരിശുദ്ധ അമ്മ തിരുക്കുമാരിൽ നിന്നും അനുഗ്രഹം വാങ്ങിത്തന്നു. പിന്നീടും ഓരോ പ്രാവശ്യവും പല പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തെങ്കിലും ഒരു പബ്ലിക്കേഷന് വേണ്ടി അവളൊരു പേപ്പർ 12 പ്രാവശ്യം സബ്മിറ്റ് ചെയ്തു. 12 പ്രാവശ്യവും റിജക്ഷനായി. അപ്പോഴും ഞാനിവിടെ വന്ന് അച്ഛൻ പറയണ പോലെ അമ്മയിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഉടമ്പടി പുതുക്കിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം 13ാമത് അവൾ സബ്മിറ്റ് ചെയ്ത പേപ്പർ പബ്ലിഷ് ആവുകയും അവൾക്ക് അതിലോടുകൂടി അവൾക്ക് അവളുടെ തിസീസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. എൻ്റെ 9ാമത്തെ പുതുക്കലിന് ശേഷം അവൾക്ക് തിസീസ് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നമ്മളുടെ ജോസഫ് അച്ഛൻ ഒരു ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, 44 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഒരു കാര്യം സാധിക്കും, പ്രാർത്ഥിച്ചോളാം. ഞങ്ങൾ കുടുംബമായിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 44 ദിവസം തികയുന്നതിന് മുമ്പ് വളരെ നല്ല ഒരു വൈവ റിപ്പോർട്ട് അവൾക്ക് കിട്ടുകയും ഈ മാസം ഒക്ടോബർ 10-ാം തീയതി അവളുടെ വൈവ നടത്തുകയും അവൾക്ക് PhD ഡിഗ്രി അവാർഡാവുകയും ചെയ്തു. 0 മെറിറ്റിലായിരുന്നു എൻ്റെ മകൾ. ഒന്നും അവൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നും കരച്ചിൽ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാത്രം. അതുപോലെ അവൾ ഉടമ്പടി വസ്തുക്കൾ, ഞാനിവിടുന്ന് പേപ്പർ വാങ്ങിച്ച് അവൾക്ക് കൊടുത്തു. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ, കാശുരൂപം, തേന്, തൈല്, ഉപ്പ്, ഇതൊക്കെ അവൾ എല്ലാ ദിവസവും ഉപയോഗിച്ചു. അവൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ ആ സാറിൻ്റെ അടുത്തും കൊണ്ടുപോയി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. ഇതിൻ്റെയൊക്കെ ഫലമായി 0 മെറിറ്റിലായിരുന്ന മകൾക്ക് അമ്മ PhD ഡിഗ്രി തിരുക്കുമാരിൽ നിന്നും വാങ്ങിച്ചു കൊടുത്തു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങൾ.
എൻ്റെ ഹസ്ബൻഡിന് 40 വർഷത്തോളമായിരുന്ന അലർജി രോഗം. രാവിലെ എഴുന്നേറ്റാൽ എപ്പോഴും തുമ്മലാണ്. വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, ഞാൻ പറയാതെ തന്നെ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വളരെയധികം വ്യത്യാസം വന്നു. ഇപ്പം സാധാരണ എന്തെങ്കിലും ജലദോഷം വരികയാണെങ്കിൽ അതുപോലെ മാത്രമേ ഉള്ളൂ. അമ്മ മാതാവ് ഒത്തിരിയും സംരക്ഷണം നൽകി അനുഗ്രഹിച്ചു. അതുപോലെ 25 വർഷമായിരുന്ന എൻ്റെ സൈനസൈറ്റിസ് രോഗം, അതുപോലെ എൻ്റെ ദേഹം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി കറുത്ത കളർ പോലെ വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ഉപ്പും തൈലവും ഉപയോഗിച്ച് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒറ്റ ഒരു പ്രാവശ്യം തേച്ചു. അത് പിന്നീട് ഒരിക്കലും ആ കുരുക്കൾ വരാൻ ഇടയായില്ല. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയണം. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്ത് 1980 ഞങ്ങൾക്ക് കിട്ടിയ ഒരു ആധാരം, ഒരു നിലത്തിൻ്റെ ആധാരമായിരുന്നു. 45 വർഷമായിട്ടും ആ ആധാരം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അച്ഛൻ്റെ ഡോക്യുമെൻ്റ് പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ആകെ ഉണ്ടായിരുന്നത് നിലത്തിന് കരം കെട്ടുന്ന ഒരു രസീത് മാത്രമായിരുന്നു. ഞാൻ ആ രസീത് വെച്ച് പ്രാർത്ഥിച്ചു. അമ്മേ, വേറെ ഒന്നുമില്ല, അപ്പൂപ്പന്മാരായിട്ട് തന്നിരുന്ന ഒരു ആധാരമാണ്, അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കകം കുറേ പേപ്പറുകളുടെ ഇടയിൽ നിന്നും ആ ആധാരം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധ ഉപ്പും തൈലവും തേനും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇവിടെ നിന്നും പേപ്പർ വാങ്ങിച്ച് ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ആശുപത്രികൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, കടകൾ, അതുപോലെ ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളുകളിലെ കുട്ടികൾക്കും അവിടുത്തെ അധ്യാപകർക്കും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഉപ്പും തേനും കൊടുത്ത് അവരെ പരീക്ഷയിൽ സഹായിച്ചിട്ടുണ്ട്. ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി തലേദിവസം തന്നെ എക്സാം ഹാളിൽ പോയി ഉപ്പ് വിതറി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിൽ പോയി അവരെ കാണുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട സഹായവും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ടടുത്ത് കരുണാനിലയം, അഗതികളുടെ ഒരു ഹോം, അവിടെയൊക്കെ പോയി അവിടുത്തെ രോഗികളെ കാണുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറ്റുന്നത് പോലെയുള്ള സഹായം ചെയ്തിട്ടുണ്ട്. പൊതിച്ചോറ് കെട്ടി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ. പിന്നെ അച്ഛൻ്റെ ധ്യാനം മുടങ്ങാതെ കൂടും, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ജോമോൾ സിസ്റ്ററിൻ്റെ ലിവിങ് ഓറക്കിൾസ് കാണും, വിജയകുമാർ സാറിൻ്റെ ടോക്കുകൾ കേൾക്കും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസവും ഒരു മുടക്കവും ഇല്ലാതെ കൂടാനായിട്ട് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചെയ്ത പ്രവർത്തനങ്ങൾ. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെയും 0 മെറിറ്റിലായിരുന്ന എൻ്റെ മകൾക്ക് ഈ ഒരു ഡിഗ്രി തന്ന അമ്മ മാതാവ് തിരുക്കുമാരനും വാങ്ങിത്തന്ന ഈ അനുഗ്രഹത്തിന് 1000 നന്ദികൾ സമർപ്പിച്ചുകൊള്ളുന്നു. മാതാവ് വഴി ഈശോ തന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു. അമ്മ പറഞ്ഞതുപോലെ 2019 ഞാൻ കോയമ്പത്തൂരിലെ ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് ജോയിൻ ചെയ്യുകയും അവിടെ അഡ്മിഷൻ എടുത്ത ആദ്യം ഞാൻ പോയി അന്വേഷിച്ചത് ദൈവത്തിൻ്റെ കത്തോലിക്ക തിരുസഭയുടെ ഒരു പള്ളി ഉണ്ടോയെന്നാണ്. അവിടെ പോയി CMI അച്ഛന്മാരുടെ ഒരു മിഷൻ സെൻറ്ററും അതുപോലെ തന്നെ കൊമേന്തിയും അടുത്തുണ്ടായിരുന്നു. അതിലൂടെ ആത്മീയമായി എനിക്ക് കുറേ വളർച്ച അനുഭവപ്പെടുകയും ചെയ്തു. 2019 തൊട്ട് 2021 വരെ കൊറോണ കാലഘട്ടം എനിക്ക് പോയിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാണ്ട് വന്ന സമയത്ത് ഞാനിവിടെ ഇരുന്ന് വളരെയധികം ബുദ്ധിമുട്ടി. തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ കൂടെയുള്ള ബാച്ച് മേറ്റ്സും ജൂനിയേഴ്സായിട്ടുള്ള അഡ്മിഷൻ എടുത്തവരും എല്ലാവരും ഡിസ്കണ്ടിന്യൂ ചെയ്തു.
അപ്പോൾ എൻ്റെ സീനിയേഴ്സ് പറഞ്ഞു നമ്മൾ സയൻസ് ഫീൽഡാണ്, സയൻസ് ഫീൽഡ് ഉള്ളവർക്ക് പ്രോജക്റ്റ് സാങ്ഷൻ ആകണം, ഫെലോഷിപ്പും ഫണ്ടിങ് ഏജൻസി വേണം, എന്നാലേ ഔട്ട്സോഴ്സിങ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ആകെ തളർന്നു. കാരണം എന്ന് വെച്ചാൽ പ്രപ്പോസൽ എഴുതി റിജക്ഷൻ മാത്രമേ ഉള്ളൂ എനിക്ക്. അങ്ങനെ അമ്മയുടെ ഉടമ്പടി പ്രകാരം പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോനോട് പ്രാർത്ഥിച്ചു. അമ്മ കൊണ്ടുവരുന്ന പത്രം, മാതാവിൻ്റെ പത്രം തലേണയുടെ അടിയിൽ ഞാൻ വയ്ക്കും. അങ്ങനെയെങ്കിലും എനിക്ക് നല്ല ബുദ്ധി കിട്ടി നന്നായിട്ട് എഴുതി പ്രപ്പോസൽ എഴുതി ഇതാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2 പ്രപ്പോസലാണ് എനിക്ക് സാങ്ഷനായി കിട്ടിയത്. DSTയുടെയും പിന്നെ അതേപോലെ തന്നെ UGC SRF വരയ്ക്കും എനിക്ക് കിട്ടി. അത് കഴിഞ്ഞ് 2025 ഈ വർഷം ഫെബ്രുവരി 14 എനിക്ക് സെക്കൻഡ് DC സബ്മിറ്റ് ചെയ്യുകയും 28 തന്നെ സിനോപ്സിസ് അപ്രൂവ് ആകുകയും ഏപ്രിൽ പാനൽ മെമ്പേഴ്സ് സെലക്ട് ആകുകയും അതുവഴി 3 മാസം കൊണ്ട് എനിക്ക് തീസിസ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ എഴുതാൻ പോണേന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയേറെ വർക്ക് ചെയ്തതും പ്രോജക്റ്റിൻ്റെയും പബ്ലിക്കേഷൻ്റെയും എല്ലാ വർക്കും ഉണ്ട്. അതെല്ലാം കമ്പൈൻ ചെയ്ത് എഴുതാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഞാൻ രാവിലെ പള്ളിയിൽ പോയിട്ട് വരും, ഇരിക്കും, ഇരുന്ന് കഴിഞ്ഞ് ഒരു സെൻറ്റൻസ് എന്നെ കൊണ്ട് എഴുതാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. മുന്നോട്ട് പോകാനേ കഴിയുന്നില്ല. പപ്പേനെയും അമ്മേനെയും വീട്ടിൽ വിളിച്ചിട്ട് എപ്പോഴും കരച്ചില്ല, എനിക്കൊന്നും എഴുതാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസത്തിലെ ധ്യാനം കൂടണത്. അതുവഴി ലൈവ് ടെലികാസ്റ്റും കാണും. ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഫുള്ള് മാതാവിൻ്റെ ലുത്തീന, മാതാവിൻ്റെ പാട്ട് ഇങ്ങനെ കേട്ടാണ് ഞാൻ എൻ്റെ തീസിസ് എഴുതി. എങ്ങനെ എഴുതി തീർത്തതെന്ന് എനിക്കറിയത്തില്ല. 3 മാസം കൊണ്ട് ഞാൻ എൻ്റെ തീസിസ് എഴുതി തീർത്തു. ഈ അതുപോലെ തന്നെ സെപ്റ്റംബർ അച്ഛൻ്റെ 44 ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അതിൽ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, എൻ്റെ ഫാമിലിയും ഞാനും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ തീസിസ് റിപ്പോർട്ട് വരികയും ആ തീസിസ് നല്ല റിപ്പോർട്ടായി ദൈവം എനിക്ക് തന്നു. അബ്രോഡ് പാനലാണെങ്കിലും ഇന്ത്യൻ പാനൽ മെമ്പേഴ്സ് ആണെങ്കിലും 2 പേരും ഒരു കുറവില്ലാണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കത് തന്നു കിട്ടി. അതുവഴി ഒക്ടോബർ 15 ദിവസത്തിനുള്ളിൽ എനിക്ക് വൈവ നോട്ടിഫിക്കേഷൻ അടിക്കുകയും ഈ മാസം 10 ഒക്ടോബർ 10 എൻ്റെ വൈവ കഴിയുകയും PhD ഡിഗ്രി അവാർഡ് ആകുകയും ചെയ്തു. ദൈവത്തിനും മാതാവിനും 1000 നന്ദിയുണ്ട്. ഞാനല്ല എൻ്റെ തീസിസ് എഴുതിയത്, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എൻ്റെ ജൂനിയേഴ്സ് പറയും, രാവിലെ എഴുന്നേറ്റ് നോക്കിയാലും ആ ലൈറ്റ് അങ്ങനെയുണ്ട്, രാത്രി നോക്കിയാലും ആ ലൈറ്റ് അങ്ങനെ തന്നെയുണ്ട്. ഹോസ്റ്റൽ മുറിയിൽ കയറുന്ന എല്ലാവരും പറയണത് കേൾക്കും, ഫുള്ള് രാപ്പകൽ അധ്വാനിച്ചിരുന്ന് എഴുതണം. പക്ഷേ ഞാനൊന്നും എഴുതണില്ല, എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ എഴുതിയെന്ന്. അത് ദൈവം തന്ന അനുഗ്രഹം മാത്രമാണ്. ഞാൻ എൻ്റെ കസിൻസിനോടും റിലേറ്റീവ്സിനൊക്കെ വിളിച്ച് ഞാൻ പറയും, പ്രാർത്ഥിക്കണം, മാതാവിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ദൈവം തന്ന അനുഗ്രഹം മാത്രമാണ് എനിക്കിത്. ഇതാണ് മാതാവും യേശുവും എന്നെ കൊണ്ട് എഴുതിപ്പിച്ച തീസിസ്. എനിക്കറിയത്തില്ല ഇത്രയും പേജസ് ഞാൻ എങ്ങനെ എഴുതി തീർത്തതെന്ന്. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ലൈബി. ഇത് എൻ്റെ അമ്മ ലൈല, എൻ്റെ സഹോദരൻ ലിബിന് എൻ്റെ കുഞ്ഞ് ഇസ്ഹാഖ് എബ്രഹാം. ഞാൻ 2018 ഡിസംബറിലാണ് ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. ഒത്തിരി നന്മകൾ ഈശോ അമ്മ വഴി എനിക്ക് എൻ്റെ കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. ഇത് ആൾത്താരയിൽ പറയുന്ന 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു നിയോഗം സാധിച്ചത് ഞാൻ സാക്ഷ്യം പറയാതിരുന്നു. കാരണം അത് എൻ്റെ സഹോദരന് വേണ്ടിയുള്ളതായിരുന്നു. അവർ നാട്ടിലില്ല, വിദേശത്തായിരുന്നു. ഇപ്രാവശ്യം ലീവിന് വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത്. അവർക്ക് വിവാഹം കഴിഞ്ഞ് 4 വർഷമായി കുട്ടികളില്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗമായി വെച്ചിരുന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി തീരുന്ന അന്ന് അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇന്ന് എൻ്റെ ഉടമ്പടി തീരുകയാണല്ലോ, ഇതുവരെ എനിക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് പരിശുദ്ധ അമ്മയോട് രാവിലത്തെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം അപ്രതീക്ഷിതമായി എൻ്റെ സഹോദരൻ വിളിക്കുകയും അവൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചതെന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച്
അവനോട് അങ്ങോട്ട് പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും വിശേഷമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അത് ചേച്ചി എങ്ങനെ അറിഞ്ഞു എന്ന് എന്നോട് ചോദിച്ചു. അപ്പം അത് റിസൾട്ട് അവർ ഡോക്ടറെ കണ്ടു, അത് കൺഫേമായി, റിസൾട്ട് പോസിറ്റീവായിരുന്നു. ദൈവം അനുഗ്രഹീതമായ ഒരു ആൺകുഞ്ഞ് ഇസ്ഹാക്ക് എബ്രഹാമിനെ ഞങ്ങളുടെ കുടുംബത്തിൽ നൽകി അനുഗ്രഹിച്ചു. അവൻ്റെ ഡെലിവറിയുടെ സമയത്ത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതായത് നോർമൽ ഡെലിവറിക്ക് കയറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പം കോഡ് കഴുത്തിൽ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നതായിട്ടും പെട്ടെന്ന് അവൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു പോകുന്നതായിട്ട് കണ്ടതിൻ്റെ ഫലമായി അവർ പെട്ടെന്ന് സിസേറിയൻ സെക്ഷൻ ചെയ്ത് കുഞ്ഞിനെ എടുത്തു. ദൈവം ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി നമ്മളെ അനുഗ്രഹിച്ചു. എനിക്ക് കുട്ടികളില്ലാഞ്ഞിട്ട് പോലും എൻ്റെ സഹോദരൻ്റെ വിഷയം ഞാൻ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിൽ വെക്കുകയും എനിക്ക് അമ്മയെ അത് സാധിച്ചു തരികയും ചെയ്തതിൽ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഞാൻ പരിശുദ്ധ അമ്മയിലും തിരുക്കുമാറിലും പ്രത്യാശ വയ്ക്കുന്നു. രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാൻ 10.5 വർഷമായി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുകയാണ്. എനിക്ക് എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട് എനിക്ക് ലഭിക്കുന്നില്ലായിരുന്നു. അതായത് ഞാൻ ജോയിൻ ചെയ്യുന്നൊരു 4 മാസം മുൻപ് വരെ അത് റെഗുലറായിട്ട് എല്ലാവർക്കും, പുതിയതായി ജോയിൻ ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അത് അവർ നിർത്തിവെച്ചിരുന്നു. പക്ഷേ എക്സിസ്റ്റിംഗ് PF അക്കൗണ്ട് ഉള്ളവർക്ക് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ജോയിൻ ചെയ്തൊരു 4-5 വർഷത്തിന് ശേഷമാണ് ഞാൻ അതറിയുന്നത്. അന്ന് ഞാൻ ഓഫീസിൽ അവരെ സമീപിക്കുകയും അവരെൻ്റെ അതിനുള്ള ഡോക്യുമെൻറ്റ്സ്, എക്സിസ്റ്റിംഗ് PF അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടും ഒരു 11 പ്രാവശ്യത്തോളം ഞാൻ ഓഫീസ് കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. ഇതുവരെ അത് നടന്നില്ല. ഒരു 2 മാസത്തിന് മുമ്പ് ഞാൻ ഉടമ്പടി ഉപ്പ് ഫിനാൻസ് സെക്ഷനിൽ കൊണ്ടിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ഉടമ്പടിയിൽ ഒരു കാര്യം പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ഫിനാൻസിൽ നിന്ന് ഞാൻ സാറിനെ കണ്ട് സാർ എൻ്റെ പറഞ്ഞു അതെല്ലാം സാങ്ഷൻ ആയിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും 1000 നന്ദി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഫ്രീക്വൻ്റ്ലി ഹെൽത്ത് പ്രോബ്ലംസ് വരും. അതായത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പനി. എൻ്റെ കൂടെയുള്ളവർ പോലും പറയും നൈറ്റ് കഴിഞ്ഞു ഇനി അവൾക്ക് പനി വരും. അത് ഞാൻ തന്നെ അങ്ങ് മടുത്തു പോയിരുന്നു. അതുപോലെ തന്നെ നൈറ്റ് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പകൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യും. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നൈറ്റിൻ്റെ സമയത്ത് റെസ്റ്റിംഗ് ടൈം ഉണ്ടെങ്കിൽ പോലും ആ സമയത്തും എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ 15 മണിക്കൂർ വരെ കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. 3 hours ഷിഫ്റ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സമയത്തും എനിക്ക് റെസ്റ്റ് എടുക്കത്തില്ല. അങ്ങനെ 8 നൈറ്റ് വരെ കണ്ടിന്യൂസ്ലി ഞാൻ 15 hours ചെയ്തിട്ട് പോലും ലാസ്റ്റ് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എന്താ പറയുക, നമുക്ക് പ്രോപ്പർ റെസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഭയങ്കരമായൊരു മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ചില സമയത്ത് ഹൈപ്പോ തൈറോയിഡിസം, ചിലപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം. എന്നോട് റേഡിയോ ആക്റ്റീവ് അയഡിൻ എടുക്കാൻ ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാൻ ഇതൊന്നും ചെയ്തില്ല. ഓരോ സമയത്ത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൃത്യമായി ഉപയോഗിക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കഴിഞ്ഞ ഓഗസ്റ്റ് 15 ഞാനൊന്ന് വീണ് എൻ്റെ കൈ ഫ്രാക്ചറായി. സർജറി ചെയ്യാൻ കുറച്ച് ഡിലേ വന്നു. അപ്പം ബോൺ ലെങ്ത് പ്രോപ്പർ ആകത്തില്ല, എക്സ്ട്രാ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഡോക്ടർ അറിയിച്ചു. പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സർജറി സക്സസ്ഫുൾ ആകുകയും എൻ്റെ റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രോപ്പർ ആകുകയും ചെയ്തു. ഇത്രയേറെ നന്മകൾ തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ഓർഫനേജിലും ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും എന്നാലാവും വിധം അവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും കൃത്യമായി പത്രം വാങ്ങിക്കുകയും, ആദ്യമൊക്കെ എനിക്കത് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാൽ ഞാൻ ഓരോരുത്തരോടും എനിക്ക് കിട്ടിയ നന്മകൾ ഞാൻ പറഞ്ഞ് പത്രം കൊടുക്കും. ചിലർ നമ്മുടെ ഒരിക്കൽ ചോദിക്കും ഇതെന്താ ഇത്ര പ്രത്യേകത. അപ്പം ഞാൻ പറയും നിങ്ങൾക്ക് യാതൊരുവിധ മെറിറ്റും ഇല്ല എങ്കിൽ നിങ്ങൾ പോവുക. അപ്പം നമ്മളെ സഹായിക്കാൻ ഒരു മനുഷ്യരും ഇല്ലാത്തപ്പോൾ നമുക്ക് ഏക ആശ്രയം അതാണ്. എൻ്റെ ജീവിതത്തിൽ അതാണ് എൻ്റെ അനുഭവം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ചിലപ്പം ഞാൻ കൃത്യമായി ദശാംശം കൊടുക്കും. പക്ഷെ ഞാൻ എക്സ്ട്രാ ആയിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിരിക്കുന്നത് എനിക്കതിൻ്റെ ഒത്തിരി ഇരട്ടിയായിട്ട് അമ്മ എനിക്കത് തിരിച്ചു തരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഇത്രയും നന്മകൾ എൻ്റെ കുടുംബത്തിൽ നൽകിയ അമ്മയ്ക്കും ഇനിയും പറയാത്ത ഒത്തിരി നന്മകളുണ്ട്, ചെറുതും വലുതുമായ. ഈശോയ്ക്കും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി പറയുന്നു.